ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താലോചിച്ച് വിഷമിച്ചാണോ ഇരിക്കുന്നത്, അതിൽ നിന്നും നിങ്ങൾക്കൊരു പരിവർത്തനമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യമാണ് ഈ സമയം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. കുറേ ആൾക്കാർക്ക് ഇത് വളരെയധികം സന്തോഷവും ലക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഗുഡ് ഫോർച്യൂണാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ലക്കാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള കുറേ ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. എത്ര കഠിനമായ സാഹചര്യത്തിലും നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിച്ചു എന്ന് പറയാം. അത്രയും വളരെ കോൺഫിഡൻസ് ആയിരിക്കും ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ സമയം നിങ്ങളെ രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന അത്രയും ഒരു സന്തോഷം നിങ്ങൾക്ക് നൽകുന്ന ഒന്നിലധികം ഇൻസിഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു സന്തോഷം പുറത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും റിയൽ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോഴും നമുക്ക് എന്ത് കാര്യമാണോ കിട്ടാത്തത് അതിൽ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൈവം തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ അനുഗ്രഹങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് വഴികൾ ദൈവം തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വഴിയെ പോകൂന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളത് കാണാതിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിശ്വസിച്ചിരുന്ന കുറേ കാര്യങ്ങളിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്ക് പറ്റുന്നില്ലാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ ഇത് ചില റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെ ഓർത്താവാം, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളാവാം. അപ്പോൾ നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് തന്ന ആ ഒരു അനുഭവം തീർച്ചയായിട്ടും അത് വളരെ വലുതാവാം. അതുകൊണ്ടാവാം അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് പറ്റാത്തത്. പക്ഷേ
നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു നഷ്ടപ്പെടലിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്ത് കടന്നേ മതിയാകൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെടലുകൾ വന്നുകൊണ്ടേയിരിക്കും, സൗഭാഗ്യവും സമൃദ്ധിയും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യത്തെയും മാനേജ് ചെയ്യാൻ പറ്റണം. എന്തു വന്നാലും അതിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും ഒന്നും തന്നെ സ്ഥായിയായിട്ടില്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മാറ്റമില്ലാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടേതല്ല. അതുകൊണ്ടാണ് അത് നമ്മളിൽ നിന്ന് പോയത് എന്ന് തിരിച്ചറിയുക. ഇതെല്ലാം എൻ്റേതാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതൊന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ചില മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നതും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമായ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക. അപ്പോൾ നമ്മൾ നന്ദി പറയുമ്പോൾ നന്ദി പറയാനുള്ള കുറേയധികം അവസരങ്ങൾ ഈശ്വരൻ നൽകും. തീർച്ചയായിട്ടും അത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഈ ഒരു നഷ്ടപ്പെടലിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു വിഷമിപ്പിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയം തീരുമാനമെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ കുറേയധികം ആളുകൾക്കും തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റേത് ശരി ഏതെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവൂല. അങ്ങനെ അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയാകാം. അല്ലെങ്കിൽ ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാത്ത ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന, നിങ്ങളെ ഒരുപാട് ട്രാപ്പിലാക്കിയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഒരു അസുഖത്തിൽ നിന്നും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമോ അതിൽ നിന്നും അസുഖം ഭേദമായി പുറത്തിറങ്ങുന്ന ഒരു എനർജിയാവാം. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിച്ചിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ സമയം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നതുമാകാം. മാത്രമല്ല നിങ്ങളെ പുതിയ സന്തോഷങ്ങൾ തീർച്ചയായിട്ടും തേടി വരുന്നുണ്ട്. പുതിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇതിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ട്രാപ്പിലായി കഴിയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സന്തോഷങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ തോളത്തിരുന്ന ആ ഒരു ഭാരം മാറ്റി നിങ്ങൾ കളഞ്ഞൊരു എനർജിയാണ്. ഒന്നുകിൽ പാസ്റ്റിൽ നമ്മൾ സ്വയം ചെയ്ത എന്തെങ്കിലും തെറ്റുകൾ അതിൽ പെട്ടുപോയി മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങൾ വിഷമിച്ചിരുന്നതാകാം. കാരണം ഇതിൽ സ്വയം ചെയ്ത ഒരു മിസ്റ്റേക്ക് കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ചില ആൾക്കാരുടെ ഒരു എനർജി കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇതൊരു അഡിക്ഷനിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് വേദനകളൊക്കെ കിട്ടിയിട്ടും അതിൽ തന്നെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് അതിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണിത്. കാരണം റിലേഷൻഷിപ്പും ഒരു അഡിക്ഷനാണ്. കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയ സന്തോഷം ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സ്വയം അത് എക്സ്പീരിയൻസ് ചെയ്തതാവാം. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകളും ഡിപ്രഷനും മാത്രം കിട്ടിയിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഒരാൾ ചെയ്യുമ്പോൾ തന്നെ അവരിലോട്ട് നമ്മൾ കൂടുതൽ അടുത്തു പോകും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആരും പെരുമാറുന്നില്ല
കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ സ്വയം ചിന്തിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്താൽ അത് മതി, അവരിലേക്ക് നമ്മൾ ശരിക്കും അട്രാക്റ്റഡ് ആകും. അങ്ങനെയുള്ള അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ പിന്നെ അഡിക്ഷൻ ആവും. പിന്നീട് അതിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. കാരണം ആ ഒരു സന്തോഷമാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത സന്തോഷം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാതിരുന്നു എങ്കിൽ ഈ സമയം നിങ്ങൾ അതിൽ നിന്നും റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരിക്കലും പുറത്തു കടക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിച്ച് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതുമാകാം. ഒരുപക്ഷെ ഇതിൽ ചില ആളുകൾ വിദേശത്തേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തോളത്തുണ്ടായിരുന്ന ആ ഒരു ഭാരം ഇറക്കി നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കാണെന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ഇത്രത്തോളം നിങ്ങളെ ഒരുപക്ഷെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കില്ല നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. നിങ്ങൾക്കൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല, നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ അത്രയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സവിശേഷത നിങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവല് അത് വളരെ കൂടുതലായിരിക്കും എന്നും കാണുന്നുണ്ട്. മാത്രമല്ല, ഇത് അബൻഡൻസ് ആൻഡ് ഗ്രോത്ത് ആണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ വലിയ രീതിയിലുള്ള വളർച്ചയും ഭൗതികമായ നേട്ടങ്ങളും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു പുതിയ പ്രോജക്റ്റോ അല്ലെങ്കിൽ ബിസിനസ്സിനോ ഒക്കെ തുടക്കം കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണെന്നും കാണുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ പുതിയ പ്രോഡക്റ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാവാം. അല്ലെങ്കിൽ ഒരു പുതിയ ബ്രാൻഡിനായി ഒരു പുതിയ മാർക്കറ്റിംഗ് ഐഡിയാസ് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നതാവാം. അപ്പോൾ മറ്റുള്ളവർക്ക് ആകർഷകമായി തോന്നുന്ന തരത്തിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ പുതിയ ചില വിഭവങ്ങൾ നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ യൂട്യൂബ് റീൽസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെ ഐഡിയാസ് അത് നിങ്ങളുമായിട്ട് ചേർത്ത് ഒരു കൊളാബൊക്കെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ബിസിനസ്സൊക്കെ ചെയ്ത് ഫ്ലോപ്പായി പോയ ഒരു ആളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ബിസിനസ് ഐഡിയാസൊക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ അത് ചേർക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്നും ഒരു ഗൈഡൻസ് കിട്ടുന്ന എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ജീവിതം ബാലൻസ്ഡ് ആക്കണം എന്നുള്ളതാണ്. ഇതിൽ ധാരാളം സന്തോഷം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ മനസ്സൊന്ന് കൂളാക്കി വെക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ അത് വരുന്ന സമയം തന്നെ നിങ്ങൾ മാറ്റിക്കളയുക. നമുക്കൊരു ചിന്ത വരുമ്പോൾ ഓർക്കുക, ഇതെനിക്ക് വേണ്ടതാണോ? അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അത് നമ്മളിൽ നിന്ന് പോയിക്കോളും. അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി മുതൽ അത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ്.
ചിലപ്പോൾ ചില ആൾക്കാർ ഇമോഷൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പല കാര്യങ്ങളും അതെന്താണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അത് സ്നേഹമാകാം, വിശ്വാസമാകാം, അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ ഒരു കാര്യം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്ന ആ ഒരു വേദനയും അല്ലെങ്കിൽ ഒരു പരിഗണനയില്ലായ്മയും അത് നിങ്ങൾക്കിനി വേണ്ട എന്നുള്ള തീരുമാനമെടുത്ത്, നിങ്ങൾ ആർക്കു മുന്നിലും ഇനി ഒന്നിനു വേണ്ടി നിൽക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവിടെ നിന്നും മാറിപ്പോകുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വിശാലമായൊരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഇത് കുറേയധികം ആളുകൾക്ക് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതുമാകാം. അപ്പോൾ നിങ്ങളെ ഒരുപാട് ചേർത്ത് നിർത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ഒരു സ്ഥലം നിങ്ങൾ അവിടെ നിന്നും നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ വളരെ പ്രൗഢിയോടെ ഈ ഒരു സമയം ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം അത് നിങ്ങളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം എന്നാണ് പാസ്റ്റിൽ ആഗ്രഹിച്ചത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ തന്നെ കൊടുക്കുന്നു എന്നാണ്. ഇത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം തരുമെന്നോ അല്ലെങ്കിൽ അവർ ചേർത്ത് നിർത്തുമെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റിൽ അതൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരുന്നുവെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫുള്ളി നിങ്ങൾ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ സന്തോഷത്തിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെൽഫായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപക്ഷെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് ഒക്കെ മാറ്റണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വേണമെന്ന് വിചാരിച്ച് മാറ്റം വരുത്താനുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മണി എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊന്ന് ബാലൻസിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറ്റി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഇതിൽ നിങ്ങളുടെ ആ ഒരു ബാധ്യതകളൊക്കെ മാറുന്നൊരു സമയമാണ്. അതിൽ നിങ്ങൾ എന്താകാനാണോ പാസ്റ്റിൽ ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഫലം തീർച്ചയായിട്ടും നിങ്ങളിൽ എത്തിത്തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറേയധികം ആളുകൾക്കും ഉറക്കം നഷ്ടപ്പെട്ടൊരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ആ വേദനകൾ നിങ്ങളിലേക്ക് വരുന്നതാകാം. ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ആ വേദനകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച വേദനകളാവാം ഇവ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അത് നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ക്യാരി ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പലതും വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു വേദനയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുകളയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും
വിട്ടുകളയുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഒരുപക്ഷെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ളൊരു സിറ്റുവേഷൻ ആകാം ഇത്. അപ്പോൾ എന്ത് തന്നെ ആയാലും തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷന് മാറ്റം വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണെന്നുള്ളതാണ്. ചിലപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവാം. അപ്പോൾ അതിൽ ഏത് കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയാണിത്. ചിലപ്പോൾ ഇത് 2 വ്യക്തികളിൽ ഏത് വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കൊരു ബാലൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു ക്ലിയർ വിഷൻ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് സോർഡ്സിന്റെ ഒരു എനർജിയാണ് പിന്നെ വന്നിട്ടുള്ളത്. ഇത് കൂടുതലും എന്തെങ്കിലും ചീറ്റിംഗ് ഒക്കെ കിട്ടിയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ട്രാപ്പിലൊക്കെ പെട്ട് കുറെ കാലം കൊണ്ട് മറ്റുള്ളവരുടെ കൺട്രോളിൽ അകപ്പെട്ടിരുന്ന ആൾക്കാർ, അവർക്ക് ഈ സമയം പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ പുറത്തിറങ്ങണം എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതുമാകാം. അപ്പോൾ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളായൊരു എനർജി, നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ സന്തോഷത്തിനും കൂടുതൽ വില കൽപ്പിക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു സമയമാണിത്. ഒരുപക്ഷെ നിങ്ങൾ അതിനു വേണ്ടി സ്വയം തയ്യാറാവുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് തീർച്ചയായിട്ടും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ പുറത്ത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഈ സമയം നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. അതുപോലെ ഇതിൽ കുറേ ആൾക്കാർ ഒരു മെന്റൽ ട്രാപ്പിലൊക്കെ ഇരുന്ന ആളുകൾ നിങ്ങൾ സ്വയം ഒന്ന് ചേഞ്ച് ആകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. അതിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ് ഇതെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്വയം ഇത്തരത്തിൽ ചിന്തിച്ച് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ ആ ഒരു ട്രാപ്പായിരിക്കാം ഇത്. ഒരുപാട് ചിന്തകൾ, ഒരുപാട് ഓർമ്മകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ് നിങ്ങൾക്ക് എങ്ങോട്ടും അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. ഒരേ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാകാം. പക്ഷേ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർത്തേ പറ്റുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ഈ ഒരു ട്രാപ്പിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോൾസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത് പാസ്റ്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യം വീണ്ടും തുടങ്ങുന്നതാവാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ വിട്ടുകളഞ്ഞൊരു കാര്യം അത് നിങ്ങൾ വീണ്ടും തുടങ്ങി വെക്കുന്നതുമാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. മാത്രമല്ല ഇതിൽ ചില കാര്യങ്ങൾക്കുള്ള ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇത് ഫുൾ കാർഡാണ് പിന്നെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിലും ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞ് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങളിവിടെ ഒരു യാത്ര പോകുന്ന എനർജി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന സാഹചര്യമാകാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയമാണ്. കുറേ കെട്ടുപാടുകളിലൊക്കെ ജീവിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു ഭയവും പേടിയുമൊക്കെ നിങ്ങളിൽ നിന്നും മാറി
അല്ലെങ്കിൽ അത് നിങ്ങൾ മാറ്റിക്കളഞ്ഞ് പുതിയൊരു ചുവട് വെക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ എന്തു വന്നാലും അത് ഞാൻ സ്വീകരിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്തു വന്നാലും ഞാൻ നേരിടും എന്നുള്ളൊരു തീരുമാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നീഷനൊക്കെ കിട്ടുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മുൻപ് ചെയ്ത ജോലികൾക്കോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിനോ അത് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് പ്രശംസയും അംഗീകാരങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. മാത്രമല്ല മറ്റു വ്യക്തികളുമായി ചേർന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ യാത്രകളൊക്കെ ചെയ്യാനോ ഈ സമയം സാധിക്കുമെന്നും കാണുന്നുണ്ട്. ആശയങ്ങൾ പങ്കുവെക്കാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ മികച്ച പിന്തുണയും സഹായങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ തൊഴിലിലോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാവാം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായി പഠിച്ചെടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്കിൽസ് അത് നിങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമായൊരു സമയമാണ് ഇതെന്നും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു പദ്ധതികൾക്ക് ഇതിനെല്ലാം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം നൽകും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളൊരു ടീം വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും അതിലൊരുപാട് അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഒരുപാട് വളരെ ത്രില്ലിൽ എന്തോ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിർത്തിവെച്ചിരുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റുമെന്നും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ പെരുമാറുക. എവിടെ നിന്നെങ്കിലും ഒരു മോട്ടിവേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട്. എന്ത് കാര്യമാണെങ്കിലും അത് എവിടെ തുടങ്ങണം അല്ലെങ്കിൽ അത് എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായിരുന്ന പല സിറ്റുവേഷൻസും മാറി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.